അങ്ങനെ അതും കൺഫേം ആകുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ലെസ്കോവിച്ചിന്റെ പകരക്കാരനായിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെ എത്തിക്കുന്നു എന്നുള്ളതാണ്. 32 വയസ്സുകാരനായിട്ടുള്ള അലക്സാൻഡ്രെ കൊയ്ഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുന്നത്. ഫ്രാൻസിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല, പക്ഷേ ഫ്രാൻസിന്റെ എല്ലാ ഏജ് കാറ്റഗറിയിലും കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അണ്ടർ 16 തുടങ്ങി അണ്ടർ 21 വരെ കളിച്ചിട്ടുണ്ട്. കോമ്പറ്റീറ്റീവ് മത്സരങ്ങളൊക്കെ അടക്കം ആ ഒരു മേഖലയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്രഞ്ച് ലീഗ് 1 ക്ലബ്ബായിട്ടുള്ള ലെൻസിന്റെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം 2022-23 സീസണിൽ അവർ ലീഗ് 1 കിരീടമൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ടീമാണ്. അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ ലെവലുള്ള ഒരു കരിയർ. ഇപ്പം ലീഗ് 1-ൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. 2010 സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയി. അവിടുത്തെ ഫേമസ് ക്ലബ്ബായിട്ടുള്ള ഉഡിനീസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിൽ അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയിരുന്നു. പിന്നീട് അദ്ദേഹം നിരവധി ക്ലബ്ബുകൾ കളിച്ചിട്ടുണ്ട് വിവിധ യൂറോപ്പിലെ രാജ്യങ്ങളിൽ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, ബെൽജിയം, ഗ്രീസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ അദ്ദേഹം കളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ടും അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഫ്രഞ്ച് ലീഗ് 2-ലാണ്. ഏതാണ്ട് 220ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ലീഗ് 1-ൽ അദ്ദേഹത്തിന് 30 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ലാ ലീഗയിൽ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 13 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റ് ലീഗുകളിലൊക്കെ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കരിയറിൽ അദ്ദേഹത്തിന് മൊത്തത്തിൽ ഏതാണ്ട് 300-ന് മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, പ്രത്യേകിച്ച് ജിക്സനൊക്കെ പോയിട്ടുള്ള ഒരു സമയത്ത് നമുക്കൊരു DM കളിക്കുന്ന ഒരു പ്ലെയറെ കിട്ടിയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഫോറിൻ പ്ലെയറെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ളത്. പക്ഷേ ഈ ഒരു താരത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കാര്യം പറയാവുന്നതാണ്. ഒരു CVക്ക് പുറമെ ഒരു DM ആയിട്ടും കളിക്കാൻ കഴിയുന്ന താരമാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെയല്ല. കാരണം ഇപ്പോൾ വിക്ടർ മോങ്കിലിൻ്റെ കാര്യമാണെങ്കിലും അദ്ദേഹം CB ആണ്, പക്ഷേ അത്യാവശ്യം DM കളിക്കുന്ന പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നമ്മൾ നോക്കുന്നൊരു സമയത്ത് അദ്ദേഹം CB എന്നതുപോലെ തന്നെ DM കളിച്ചിട്ടുണ്ട്, അതുപോലെ റൈറ്റ് ബാക്കും കളിച്ചിട്ടുണ്ട്. അങ്ങനെ പല ക്ലബ്ബുകളും പല കോച്ചുമാരും ഇദ്ദേഹത്തെ ഒരു വെർസറ്റൈൽ പ്ലെയർ എന്ന നിലയിൽ, ഒരു യൂട്ടിലിറ്റി പ്ലെയർ എന്ന നിലയിൽ പല പൊസിഷൻസിലാണ് കളിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം കഴിഞ്ഞ സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ലീഗ് 2-ൽ ഏതാണ്ട് 20 മത്സരങ്ങൾ കളിച്ചു. അതിൽ 3 അസിസ്റ്റാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇതിലേതാണ്ട് പകുതി മത്സരങ്ങളിൽ മുകളിൽ അദ്ദേഹം ഒരു വിങ് ബാക്ക് ആയിട്ടൊക്കെ കളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നൽകാനായിട്ട് സാധിക്കും. ആ സീസണിൽ SM ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് ക്ലബ്ബ് തന്നെയാണ്, ലീഗ് 2 എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ അതിന് തൊട്ട് മുമ്പത്തെ സീസൺ മാത്രം അദ്ദേഹം ലീഗ് 1-ൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒസയ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു ഫേമസ് ക്ലബ്ബാണ്. സോ ഇവർ ലീഗ് 2-ൽ കളിച്ചിരുന്ന ഒരു ക്ലബ്ബാണ് 2 വർഷങ്ങൾക്ക് മുന്നേ. അപ്പം അവരെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സമയത്ത് അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറായിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് എന്നുള്ളതും ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ 2013-14 സീസണിലാണ് അദ്ദേഹം ലാ ലീഗയിൽ കളിച്ചത്. ഗ്രനഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് കളിച്ചത്. അവിടെ ഒരു സീസൺ മാത്രം കളിച്ചായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇഞ്ചുറി സ്റ്റാറ്റസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സ്ഥിരം ഇഞ്ചുറി വന്ന് പുറത്തിരിക്കുന്ന ഒരു പ്ലെയറായിട്ട് തോന്നിയിട്ടില്ല. എല്ലാ സീസണിലും അത്യാവശ്യം മാച്ചസ് ഒക്കെ തന്നെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊരു പ്ലെയറിന് വരാവുന്ന തരത്തിലുള്ള ഇഞ്ചുറിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരിയറിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ലെസ്കോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടേക്ക് വരുമ്പോൾ തന്നെയും ഒരു ഇഞ്ചുറി ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു പ്ലെയറാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്രൊയേഷ്യയിൽ ഇപ്പോൾ നാഷണൽ ടീമിൽ വരെ കളിച്ചിരുന്ന പ്ലെയറാണ്. പിന്നീട് ആ ഒരു ഹയർ ലെവലിലേക്ക് പോകാൻ സാധിക്കാതെ പോയത്. ഇവിടെ വന്നിട്ടും അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് നമുക്ക് ആ ഒരു തരത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഒക്കെ ആയിട്ട് തോന്നിയത് ആ ഒരു അഗ്രഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ് ലെവലും ഒക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു ആട്രിബ്യൂട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അദ്ദേഹം വിത്ത് ദ ബോളിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ് എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ടുള്ള സമയത്ത് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് റോൾസിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രോസിങ് എബിലിറ്റി അല്ലെങ്കിൽ ലോങ് ബോളിലുള്ള ഒരു പാസിങ് ആക്യുറസി ഒക്കെ വളരെ മികച്ചതായിട്ട് കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു വിഷൻ എന്താണെങ്കിലും ഉള്ളൊരു പ്ലെയറാണ്. മൊത്തത്തിൽ ഒരു CB ആണെങ്കിലും ആ ഒരു വിഷനറി പ്ലെയർ എന്ന നിലയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ നോക്കിയ സമയത്ത് അതിൻ്റെ ഒരു പേസ് അത്ര മികച്ചതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സോ എനിക്കറിയില്ല, അത് ഒരു റാൻഡമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അത്ര മികച്ച പേസ്, പിന്നെ സെൻട്രൽ ബാക്കിന് എത്രത്തോളം പേസ് വേണമെന്നുള്ളതൊരു ഇതാണ്. പക്ഷേ നമുക്ക് ഈ മിലോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഹൈലൈനിൽ കളിക്കുന്ന സമയത്ത് ഈ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പം എതിർ ടീം കൗണ്ടറൊക്കെ അടിക്കുന്നൊരു സാഹചര്യത്തിൽ മിലോസ് പലപ്പോഴും ബീറ്റായി പോകുന്ന സാഹചര്യം. അപ്പം അതാണ് ഒരു കൺസേൺ ആയിട്ട് ഉള്ളത്. പിന്നെ ലെസ്കോവിച്ച് ആയിരുന്നെങ്കിൽ ആ ഒരു കേസസിലൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നെ സെറ്റ് പീസ് സിറ്റുവേഷൻസിലൊക്കെ അത്യാവശ്യം ഒരു ഡേഞ്ചറൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. നമുക്കിപ്പം ഗോൾ അടിക്കാനാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സീസണിൽ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗോൾസും ഒരു ഗോൾ കോൺട്രിബ്യൂഷനും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് അദ്ദേഹം അണ്ടർ 21 ഫ്രഞ്ച് ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു സമയത്ത് ഒരു സെറ്റ് പീസ് സിറ്റുവേഷനിൽ ഒരു വണ്ടർ ഗോൾ, അതായത് പണ്ട് ഒലിവർ ജിരു പുസ്കാസൊക്കെ അടിച്ചപ്പോൾ നേടിയിട്ടുള്ള ഒരു ഗോളില്ലേ, അപ്പം അതിന് സമാനമായിട്ടുള്ള ഒരു ഗോള് നേടിയതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം
സെറ്റ് പീസിലും ഈ പറഞ്ഞ പോലെ ഒരു എഫക്റ്റീവായിട്ടൊക്കെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ലെസ്കോവിച്ചിന് പറ്റിയിട്ടുള്ള ഒരു റീപ്ലേസ്മെൻ്റ് എന്ന നിലയിൽ തന്നെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ ഈ ഒരു താരത്തെ പറ്റി നമുക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ ഒരു വെർസറ്റാലിറ്റിയും ഒരു പോസിറ്റീവായിട്ട് പറയാം. കാരണം നമുക്ക് ആകെ 6 വിദേശ താരങ്ങളെ പറ്റത്തുള്ളൂ, നമുക്കൊരു ലോങ് സീസണാണ് മുന്നിലുള്ളത്. അപ്പം ഈ ഒരു ഓൾറെഡി മിലോസ് ഒരു CB ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അപ്പം മറ്റൊരു പ്ലെയർ ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം മറ്റ് പൊസിഷൻസിലൊക്കെ അവൈലബിൾ അല്ലാത്ത ഇപ്പം ഫോറിൻ പ്ലേയേഴ്സിനെ കളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ വേണമെങ്കിൽ മിഡ്ഫീൽഡിൽ കളിപ്പിച്ച് അങ്ങനത്തെ നിലയിലൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പം അതൊരു ഫാക്ടറാണ്. പിന്നെ ഒരു എക്സ്പീരിയൻസും തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ? സനി.